സ്പ്രിംഗ് MVC പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഫയലിൽ വരിക. ഇവിടെ തന്നെ നോക്കാം, ക്രിയേറ്റ് മാവൻ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് ഇവിടെ ഓൾ കൊടുത്താലും മാവൻ കൊടുത്താലും പ്രശ്നമില്ല. org ഡോട്ട് അപ്പാച്ചെ ഡോട്ട് മാവൻ കൊടുത്ത് എൻ്റർ സെർച്ച് ചെയ്യുക. ഇൻ്റർനെറ്റ് സ്പീഡ് പോലെ ഇരിക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. അതിനകത്ത് 1.0 ഇൻറ്റു 1 ഉണ്ട്, 1.0 ഉണ്ട്, 1.5 ഉണ്ട്. അതിനകത്ത് നമുക്ക്, അതായത് മാവൻ ആർക്കിടൈപ്പ് വെബ് ആപ്പ് 1.5 ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിനകത്താണ് വർക്ക് ആവുള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. പാക്കേജ് നെയിം com.ui ആർട്ടിഫാക്റ്റ് ID പ്രൊജക്റ്റ് നെയിമാണ്, അത് കൊടുക്കുക. പിന്നെ ഇവിടെ റൺ എന്നുള്ള ചെക്ക് ബോക്സ് നമ്മൾ അൺചെക്ക് ചെയ്യണം. ഫിനിഷ് കൊടുക്കുന്നു. പ്രൊജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാവുന്നതാണ്. ഓക്കെ, പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇതിനകത്ത് പിന്നെ ജാവ റിസോഴ്സിൽ കുറച്ച് ഫയലുകൾ നമുക്ക് വിസിബിൾ ആവാനുണ്ട്, ഇടണാണ് അതൊക്കെ. അത് കാണാനായിട്ട് നേരെ സ്പ്രിങ്, ചിലവരുടെ അത് കാണാൻ പറ്റും, ചിലവരുടെ അത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ലെങ്കിൽ നേരെ ഇവിടെ വരിക, അതിൻ്റെ ബിൽഡ് പാത്തിൽ പോവുക, കോൺഫിഗർ ബിൽഡ് പാത്തിൽ വരിക. അതിനകത്ത് ഓർഡർ ആൻഡ് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. അതിനകത്ത് 2 ഐറ്റംസ് സെലക്ട് ചെയ്യാത്തുണ്ട്, അതായത് മാവൻ ഡിപ്പെൻഡൻസിയും JRE സിസ്റ്റം ലൈബ്രറിയും തന്നെ. രണ്ടും ടിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫയൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് pom.xml പോവുക. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത്, അതായത് സ്പ്രിംഗ് MVCയുടെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആഡ് ചെയ്യാനായിട്ട് അവിടെ വരിക, ഡിപ്പെൻഡൻസീസിൻ്റെ പാർട്ടിൽ വരിക. ദെൻ ഒരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോവുക. മാവൻ റിപ്പോസിറ്ററിയും സെർച്ച് ചെയ്യുക. മാവൻ റിപ്പോസിറ്ററി എടുക്കുക. അതിനകത്ത് സെർച്ച് ബാറിൽ പോയിട്ട് സ്പ്രിംഗ് വെബ് MVC എന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ സ്പ്രിംഗ് വെബ് MVC എന്നാണ്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 5.3.18 ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. 5.3.18 വിച്ച് ഈസ് 663 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് കോപ്പി ചെയ്ത് എക്ലിപ്സിൽ ഡിപ്പെൻഡൻസിയുടെ പാർട്ടിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. ദെൻ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ഒരു കൺട്രോൾ ഫയലാണ്. സോ അതിനായിട്ട് ഞാനൊരു പാക്കേജും ക്ലാസ് ഫയലും ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ഫയലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ com.ty പാക്കേജ് നെയിമായിട്ട് കൊടുത്തു. ഹോം കൺട്രോളർ ക്ലാസ് നെയിം ഫിനിഷ് കൊടുക്കുന്നു. ദെൻ കൺട്രോളറിൻ്റെ അനോട്ടേഷൻ കൊടുക്കണം. കൺട്രോളിൻ്റെ അനോട്ടേഷൻ ഇവിടെ കൊടുക്കാം. അത് വന്നു. അതിൻ്റെ അകത്തൊരു ഹോമെന്ന് തന്നെ ഒരു മെത്തേഡ് ഞാൻ കൊടുക്കുന്നു. അതിന് പാത്തായിട്ട് ഹോം തന്നെ കൊടുക്കുന്നു. ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആക്കുന്നു. ടു റിട്ടേൺ JSP ഫയൽ ഇവിടെ വരുത്താനായിട്ട് ഹോമിൽ തന്നെ ഈ URL പോകുമ്പോൾ ഹോമിൽ തന്നെ JSP ഫയൽ പ്രിന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എറർ വരുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഹോമിൽ തന്നെ കൊടുക്കുന്നു. സോ ഇത്ര കൊടുത്തതിന് ശേഷം നമ്മുടെ കൺട്രോൾ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് JSP പാർട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ
അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ SRC പോവുക, മെയിനിൽ പോവുക. ഇവിടെ വെബ് ആപ്പിൽ വെബ് INF എടുക്കുന്നുണ്ട്. index.jsp ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. വെബ് INFലാണ് നമ്മൾ വെബ് XML എന്ന് തന്നെ ഫയൽ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞ പാർട്ടിലാണ് നമുക്ക് സോഴ്സ് എടുക്കണം. സോഴ്സിൽ വന്ന് നമുക്കിവിടെ സെർവ്ലെറ്റ് ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാണ്ട് സെർവ്ലെറ്റിൻ്റെ അകത്ത് സെർവ്ലെറ്റ് നെയിം, അതുപോലെ തന്നെ അതിൻ്റെ സെർവ്ലെറ്റ് ക്ലാസ് കൊടുക്കേണ്ടത്, അതായത് ഡിസ്പാച്ച് സെർവ്ലെറ്റ് ക്ലാസ് ഇവിടെ കൊടുക്കണം. അതിൻ്റെ അകത്ത് അതായത് ടാബ് അടിച്ചാൽ വരില്ല. ഇവിടെ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ക്ലാസ് നെയിം ആണ് കൊടുക്കേണ്ടത്. അതായത് ഡിസ്പാച്ച് സെർവ്ലെറ്റ് അതിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് ക്ലാസ് നെയിം കിട്ടാനായിട്ട് നേരെ ഇവിടെ പോവുക, ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്ത് പോവുക, ഒരു ജാവ ഫയലിൻ്റെ അകത്ത് പോയിട്ട് ഡിസ്പാച്ച് സെർവ്ലെറ്റ് എന്ന് അടിക്കുക. അപ്പോൾ മേളിൽ ഇമ്പോർട്ട് ആവുന്നതാണ് ഡിസ്പാച്ച് സെർവ്ലെറ്റ്. ഇതിനെയാണ് ഫുള്ളി ക്വാളിഫൈഡ് ക്ലാസ് നെയിം എന്ന് പറയുന്നത്. അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്ത് നമ്മുടെ വെബ് XML കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അത്രയുള്ളൂ. ദെൻ മാപ്പിംഗ് ചെയ്യണം. നമ്മൾ കൊടുക്കേണ്ട മാപ്പിംഗ് ആണ്, അതായത് സെർവ്ലെറ്റ് ഫയലിൻ്റെ ഒരു മാപ്പിംഗ്, അടുത്തതിൻ്റെ മാപ്പിംഗ്. ഇതെല്ലാം അതേപോലെ കൊടുത്താൽ മാത്രമാണ് ഇത് വർക്ക് ആവുള്ളൂ. സെർവ്ലെറ്റ് മാപ്പിൻ്റെ അകത്ത് സെർവ്ലെറ്റ് നെയിം തന്നെ വേണം. ദെൻ അതിൻ്റെ URL പാറ്റേൺ എന്നൊരു ടാഗ്. ഇത്രയും കാര്യങ്ങളാണ് web.xml കൊടുക്കേണ്ടത്. ആഫ്റ്റർ ദാറ്റ് നമുക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് പേര് കൊടുത്തേക്കുന്നത്, ആ പേരിൽ നമുക്കൊരു സെർവ്ലെറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് വെബ് INFൽ കൊടുക്കുക, XML ക്രിയേറ്റ് ചെയ്യുക. XML ഫയൽ പേര് spring -servlet എന്നാണ് കൊടുക്കുന്നത്. എൻ്റർ അടിക്കുക. ദെൻ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു പെർസിസ്റ്റന്റ് ഫയലിൽ യൂസ് ചെയ്യുന്ന കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പെർസിസ്റ്റന്റ് ഫയലിൽ യൂസ് ചെയ്യുന്ന കോഡ്. ബീൻ ഫയൽ ടെക്സ്റ്റ് ബീൻ ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത്
കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഒരു ബീൻ ക്രിയേറ്റ് ചെയ്യണം. ബീൻ ക്രിയേറ്റ് ബീൻ്റെ നെയിം, അതായത് നമ്മുടെ JSP ഫയല് ക്രിയേറ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനും അതിനാണ് ഈ ബീൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വ്യൂ സെറ്റ് ചെയ്യാനായിട്ട് ഇനി വ്യൂ റിസോൾവറിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് ക്ലാസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ ബിൻ്റെ അകത്ത്. അതിനായിട്ട് ഇവിടെ വരിക, വ്യൂ റിസോൾവറിന് അടിക്കുക, കൺട്രോൾ സ്പേസ് അടിക്കുക, അത് സെർച്ച് ചെയ്യേണ്ടത് ഈ സെർച്ച് ചെയ്യേണ്ടത് ഇന്റേണൽ വ്യൂ റിസോൾവർ എന്നാണ്. ഈ ഫയല്, അതായത് ഇപ്പോൾ വന്ന ഇമ്പോർട്ട് ഫയൽ ഫുള്ളി ക്വാളിഫൈഡ് ക്ലാസ് നെയിം കോപ്പി ചെയ്യുക, ഇവിടുത്തെ ക്ലാസ്സിൽ പേസ്റ്റ് ചെയ്യുക. ഇനി അതിൻ്റെ ആ ബീൻ്റെ ഇൻസൈഡിലാണ് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ടാണ് അതിൻ്റെ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്യേണ്ടത്. വെബ് INF-ൽ അകത്ത് ക്യാപിറ്റൽ ആണ് നോക്കുന്നത്. INF അകത്ത് വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും പ്രിഫിക്സ് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ശേഷം സഫിക്സ് ആക്കുക. ദെൻ ഫയലിൻ്റെ എൻഡിങ് .JSP എന്നായിരിക്കും. .JSP. ഇവിടെ നമ്മളിനി ഈ കൺട്രോളർ ഫയൽ എവിടെയാണെന്ന്, ഏത് പാക്കേജിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗും കൂടി കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഈ പാക്കേജ് നെയിമും ഈ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട്, XML ഫയൽ കോൺഫിഗർ ചെയ്യാനായിട്ട് അടുത്തൊരു സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു ടാഗും കൂടി കൊടുക്കേണ്ടതാണ്. അതാണ് കോണ്ടെക്സ്റ്റ് സ്പേസ് അടിക്കുമ്പോൾ തന്നെ വരും കോണ്ടെക്സ്റ്റ് കമ്പോണന്റ് സ്കാൻ എന്ന ടാഗ്. അതിനകത്ത് ബേസ് പാക്കേജ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന പാക്കേജ് com.ty ആണ്. സോ അത് കൊടുക്കുക, com.ty. നമ്മുടെ പാക്കേജ് നെയിം അതാണ്. ഹോം കൺട്രോളർ എവിടെയാണ് സേവ് ചെയ്തേക്കുന്നത്? com.tyയിലാണ് സേവ് ചെയ്തേക്കുന്നത്. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി ഈ വെബ് INF-ൻ്റെ അകത്ത് വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ വ്യൂസ്, നമ്മളിവിടെ എന്താണോ വ്യൂസ് എന്നാണോ കൊടുത്തത്, അതോ ഇവിടെ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് കൊടുത്താലാണ് വർക്കാവുക. സോ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഹോം തന്നെ JSP ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. JSP ഇവിടെ ഹോം എന്ന് കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് നമ്മൾ കൺട്രോളറിൽ റിട്ടേൺ ചെയ്തേക്കുന്നത് ഹോം എന്നാണ്. അതായത് ഹോം കൺട്രോളറിൽ നമ്മൾ ഹോം തന്നെ മെത്തേഡിൽ റിട്ടേൺ കൊടുത്തേക്കുന്നത് ഹോം എന്നാണ്. സോ നമ്മളിവിടെ home.jsp തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ എന്ത് റിട്ടേൺ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ home 1 എന്നൊക്കെയോ home1.jsp എന്ന് അങ്ങനെ സേവ് ചെയ്യുക. ഇവിടെ URL നമ്മളിപ്പോൾ ഹോം ടാഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ കൊടുക്കുന്ന JSP ഫയൽ അവിടെ റിട്ടേൺ ചെയ്യും, അതിൽ റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ വർക്ക്. സോ നമ്മൾ ഇത്രയും ചെയ്തു. ഈ HTML-അകത്ത് നമുക്കൊരു H1 ടാഗിനകത്ത് ഹലോ വേൾഡ് കൊടുക്കാം. ഹലോ ചെയ്ത ശേഷം നമ്മൾ പ്രൊജക്റ്റ് പാർട്ട് എല്ലാം ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്
ഈ ഇതൊരു സെർവറിൽ കണക്ട് ചെയ്യാനാണ്. അതായത് ടോം കാറ്റ് സെർവർ നമ്മളിവിടെ കോൺഫിഗർ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കൺട്രോളർ ചെയ്തു, സ്പ്രിങ്ങിൻ്റെ XML പാർട്ട് ചെയ്തു, സെർവലൈറ്റ് പാർട്ട് ചെയ്തു, pom.xml ചെയ്തു, വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതെല്ലാം ഒരു സെർവറിലാണ് റൺ ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് റൺ ചെയ്താൽ വർക്ക് ആവില്ല, ബിക്കോസ് നമുക്കൊരു ടോം കാറ്റ് സെർവറിനകത്ത് വർക്ക് ചെയ്യാം. അതായത് സെർവർ ആഡ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ സെർവർ ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് പാർട്ടിൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. സെർച്ച് ബട്ടണിൽ നമ്മൾ സെർവറിന് സെർച്ച് ചെയ്യുക. സെർവറിന് സെർച്ച് ചെയ്യുമ്പോൾ വ്യൂസ് എന്നൊരു ഫീൽഡ് ഉണ്ടാവും. ആ വ്യൂസിൽ സെർവേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ കാണിക്കുന്നത് നോ സെർവേഴ്സ് ആർ അവൈലബിൾ എന്നാണ്. നമുക്ക് മാനുവലായിട്ടൊരു സെർവർ കോൺഫിഗർ ചെയ്യണം. സ്പ്രിംഗ് MVCയിൽ, സ്പ്രിംഗ് ബൂട്ടിൽ ഓട്ടോമാറ്റിക് ഒരു എംബഡഡ് സെർവറായിട്ടാണ് സ്പ്രിംഗ് ബൂട്ട് വരുന്നത്. പക്ഷേ സ്പ്രിംഗ് MVCയുടെ ഡ്രോബാക്ക് അതാണ്, നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കോൺഫിഗർ ചെയ്യണം. സോ നമ്മൾ അതിനായിട്ട് ടോം കാറ്റ് സെർവർ ഡൗൺലോഡ് ചെയ്യാൻ ക്രോമിൽ പോവുക, സെർച്ച് ചെയ്യുക ടോം കാറ്റ് 9. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടോം കാറ്റ് 9 ഡൗൺലോഡിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബൈനറി ഡിസ്ട്രിബ്യൂഷൻ എന്നതിൽ കോറിൽ നമ്മൾ ഏതാണ് വിൻഡോസാണ് യൂസ് ചെയ്യണമെങ്കിൽ വിൻഡോസിൻ്റെ സിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഓൾറെഡി ഡൗൺലോഡാണ്. അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യണം. അതൊരു സിപ്പ് ഫയൽ അത് എക്സ്ട്രാക്ട് ചെയ്തത് ഉണ്ടാവും. എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നമ്മൾ നേരെ എക്ലിപ്സിൽ വരിക. എക്ലിപ്സിൽ വന്നിട്ട് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ക്ലിക്ക് ഓൺ ലിങ്ക് ടു ദിസ് ക്രിയേറ്റ് എ ന്യൂ സെർവർ എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് സെർവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പാച്ചിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പാച്ചിയിലെ വേർഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് 9 ആണ്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ടോം കാറ്റ് ഇൻസ്റ്റാളേഷൻ ഡയറക്ടറി ചൂസ് ചെയ്യണം. നമ്മളതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യും. ഡൗൺലോഡ്സിലാണുള്ളത്. ഡൗൺലോഡ്സിൽ അപ്പാച്ചി സെലക്ട് ചെയ്യുക, ഫോൾഡർ സെലക്ട് ചെയ്യുക, സെലക്ട് ഫോൾഡർ കൊടുക്കുക, ദെൻ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോൾ ഇവിടെ സെർവർ അറ്റ് ലോക്കൽ ഹോസ്റ്റ് സ്റ്റോപ്പ്ഡ് അതിൻ്റെ കാണാൻ കഴിയുന്നതാണ്. സെർവറിൽ റൺ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് അവിടെ വരിക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റണ്ണേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് റൺ ഓൺ സെർവർ കൊടുക്കുക. അതിനകത്ത് നമ്മൾ ചൂസ് എക്സിസ്റ്റിംഗ് സെർവർ നമ്മൾ കൊടുക്കുക. അതിനകത്ത് നമ്മൾ സെർവറിൻ്റെ പേരുണ്ടാവും. മാനുവൽ ഡിഫൈൻ സെർവർ ഒന്നും കൊടുക്കേണ്ട, നമ്മുടെ സെർവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് അത് സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ഓട്ടോമാറ്റിക് നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആവുന്നതാണ് ക്രോമിൽ. സോ നമ്മുടെ പാത്ത് എന്തായിരുന്നു, ഹോം ആയിരുന്നു. ഹോം സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ആയത് കാണാം. ഇപ്പോൾ ഹലോ വേൾഡിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് കാണാം. നമുക്കിനി സെർവർ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുന്നത് കാണാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ. ഹലോ വേൾഡിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ഹലോ വേൾഡ് കുറേ ഡോട്ടുകൾ ഇടുന്നു, സേവ് ചെയ്യുന്നു, ഇവിടെ വരുന്നു, റീലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അപ്പം റിഫ്ലക്റ്റ്